നമസ്കാരം. പേപ്പർ കപ്പ് ബിസിനസ് ഒരു ഗ്യാരണ്ടീഡ് ഇൻകം ആണെന്ന് പറയുന്നവർ ധാരാളമുണ്ട്. അത് സത്യമാണോ? ഞാൻ കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ നേരെ പറയാം. 2026 എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നാണ് പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് മുഴുവനായിട്ട് കേൾക്കുക. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് കേട്ടിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ പറയുന്ന പേപ്പർ കപ്പ് ബിസിനസ് ഒരു തട്ടിപ്പൊന്നുമല്ല. പക്ഷേ ഈസി മണി ആണെന്ന് കരുതരുത്. ഈ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് കുറഞ്ഞത് 1.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ മെഷീന്റെ കോസ്റ്റ് തന്നെ വരും. ആ മെഷീന്റെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, റോ മെറ്റീരിയൽ, അതായത് പേപ്പർ റോളിന്റെ വില എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ അന്നന്നത്തെ ലാഭത്തെ നന്നായിട്ട് ബാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഒരുപാട് എടുത്തു വെക്കാൻ കഴിയണം. ഒരുപാട് എടുത്തു വെക്കുമ്പോൾ അത് ഒരുപാട് വിൽക്കപ്പെടുകയും വേണം. ഇതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2026 അവസ്ഥയാണ്. നേരത്തെ വലിയ കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് ആണ്. നിങ്ങൾക്ക് ഓർഡർ ഇല്ലെങ്കിൽ ആ മെഷീനും വെച്ചുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വരും. സത്യമാണ് പറയുന്നത്. ഹോട്ടൽ, ടീ ഷോപ്പ്, കാറ്ററിംഗ് ഇവർക്കൊക്കെ റെഗുലർ ആയിട്ട് ഓർഡർ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു ണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് സേഫ് ആകൂ. റീറ്റെയിൽ സെയിൽസ് മാത്രം വെച്ച് ഇത് നടത്താൻ ശ്രമിച്ചാൽ മിക്കവാറും ആളുകൾ പരാജയപ്പെടും. ഇല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോക്ക് ബൾക്കായിട്ട് എടുക്കാൻ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാർ ഒക്കെ വേണ്ടി വരും. അതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. മെഷീൻ വാങ്ങിയാൽ ബിസിനസ് നടന്നോളും എന്ന് ദയവായിട്ട് വിശ്വസിക്കരുത് ഈ 2026. കാരണം ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്. വലിയ കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഓർഡറുകൾ ആദ്യം ഉറപ്പാക്കിയ ശേഷം മാത്രം ഈ പേപ്പർ കപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചോദിക്കും അതെങ്ങനെ നടക്കുമെന്ന്. നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പേപ്പർ കപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, സ്റ്റോക്കിസ്റ്റുകളുണ്ട്. അവരുടെ നിന്നും കുറച്ച് സാധനം ബൾക്കായിട്ട് വാങ്ങിയതിന് ശേഷം അത് റീറ്റെയിൽ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് മാർക്കറ്റ് എന്ന് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയാണ് ഓർഡർ ലഭിക്കും, കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് മേക്കിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇവിടെ ഞാൻ നെഗറ്റീവ് അല്ല പറഞ്ഞത്, ഫാക്റ്റ് ആണ് പറഞ്ഞത്. ഗ്യാരണ്ടീഡ് ഇൻകമുള്ള ഒരു ബിസിനസ്സും ഇന്ന് ലോകത്തില്ല. പക്ഷേ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും സുരക്ഷിതമായ ഒരു ബിസിനസ്സായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ പ്ലാനിങ് വേണം, സ്റ്റൈല് വേണം, നിങ്ങളുടേതായിട്ടുള്ള യൂണിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുടങ്ങാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.